ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ വിജയത്തിന് പിന്നിൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ഉണ്ടാകും അല്ലേ? കാരണം ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഒപ്പം ആ ഒരു സമയം ഉണ്ടാവില്ല. ഇനി ടോക്സിക് സ്വഭാവമുള്ള വ്യക്തിയെ കണ്ടുപിടിക്കാനുള്ള ഒരു 4 സൈൻ ഉണ്ട്. ഈ കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ കണ്ടുപിടിക്കാനുള്ള ഒരു 4 സൈൻ എന്താണ്? ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് തെറ്റ് അംഗീകരിക്കാത്ത ആൾക്കാർ. അതായത് ടോക്സിക് ആയിട്ടുള്ള ആളുകൾ അവരുടെ തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കാത്തവരായിരിക്കും. അവർ ചെയ്ത തെറ്റ് മാക്സിമം അടുത്ത് നിൽക്കുന്ന ആളുകളുടെ തലയിലേക്ക് വെച്ചു കൊടുക്കുകയായിരിക്കും അവരെ ചെയ്യുക. അവരെപ്പോഴും അവരുടേതായ ഒരു സേഫ് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അതായത് അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇത് ഞാൻ ചെയ്തതല്ല, ദാ ഇവൻ ചെയ്തതാണ്, അല്ലെങ്കിൽ അവള് ചെയ്തതാണ്, ഞാൻ ചെയ്തതുകൊണ്ടല്ല ഇങ്ങനെയൊന്നും ഉണ്ടായത്. ഇങ്ങനെ അവരെപ്പോഴും ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഇതാണ് ടോക്സിക് ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാനുള്ള ആദ്യത്തെ ഒരു ടിപ്പ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്ന ആൾക്കാർ. അതായത് നിങ്ങൾ നല്ല ഉദ്ദേശത്തോടെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ആ കാര്യം പറയുന്നത്. എന്നാൽ ഈ കേൾക്കുന്ന ആൾക്കാരോ ആ ഒരു വ്യക്തി എപ്പോഴും അത് നെഗറ്റീവായിട്ടായിരിക്കും എടുക്കുക. നിങ്ങൾ എന്ത് പോസിറ്റീവ് പറഞ്ഞാലും അതിൻ്റെ നെഗറ്റീവായിട്ട് എടുക്കും. ഇങ്ങനെ നെഗറ്റീവ് മാത്രം കണ്ടുപിടിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഒരു ചെറിയ ഉദാഹരണം പറയാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു നല്ല കാര്യത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ദാ ഈ ഒരു വ്യക്തി വരുന്നത്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം വളരെ സന്തോഷത്തോടെ ആ ഒരു വ്യക്തിയോട് പറയുകയാണ്, ദാ ഞാനൊരു സ്ഥലം വരെ പോകാൻ നിൽക്കുകയാണ്, ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഇത് കേൾക്കുന്നത് ആ ഒരു വ്യക്തി പറയും, ഓ ഇന്ന് പോയിട്ടൊന്നും ഒരു കാര്യമില്ല, നീ പിന്നേനെ പോകാൻ. ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളോട് പറയുമ്പോഴത്തേക്കുമോ നിങ്ങളുടെ ഉള്ള ഒരു പോസിറ്റിവിറ്റിയും കൂടി അവിടെ പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വാക്ക് പാലിക്കാത്തവരാണ്. അതായത് അവർ പറയുന്നതൊന്ന് ചെയ്യുന്നതൊന്ന്. നിങ്ങളോടൊരു കാര്യം പറയാണ്, എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, നിങ്ങളും അവരുമായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുകയാണ്. ഒരു 10 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ പോകുന്നത്. എന്നാലോ 10 മണി കഴിഞ്ഞു, 11 കഴിഞ്ഞു, 12 കഴിഞ്ഞു, എന്നിട്ടൊന്നും ഇവർ വരുന്നില്ല. നിങ്ങൾ അവരെ വിളിക്കുമ്പോഴത്തേക്കുമോ അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. ഇങ്ങനെ കൊടുത്ത വാക്ക് മനഃപൂർവ്വം പാലിക്കാത്ത വ്യക്തികൾ അവരെല്ലാം ടോക്സിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളച്ചൊടിക്കുന്നവരായിരിക്കും. അതായത് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യം അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വളച്ച് ഒടിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയുള്ള ആളുകളായിരിക്കും എക്സ്ട്രീം ആയിട്ടുള്ള ടോക്സിക് പേഴ്സൺസ്. അതായത് ചക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊക്കെന്നെടുക്കുന്ന വ്യക്തികൾ. അതായത് നിങ്ങൾ ആരുടെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഈ ഒരു വ്യക്തിയോട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങൾ ആ പറയുന്ന ഒരു വ്യക്തിയോട് ചെറിയ വൈരാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വ്യക്തി എന്ത് ചെയ്യും, ഓടിപ്പോയിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വളച്ചൊടിച്ചിട്ട് അത് നിങ്ങൾക്ക് തന്നെ നെഗറ്റീവ് ആക്കിയിട്ട് ആ ഒരു വ്യക്തിയോട് പറഞ്ഞു കൊടുക്കും. അതായത് ആ ഒരു വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം കൂടി കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പറയുക. ഇങ്ങനെയുള്ള വ്യക്തികൾ എല്ലാം നല്ല ടോക്സിക് ആയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒക്കെ വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് നല്ലത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 4 കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടത്തിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.